ഹലോ ഗൈസ്, മല്ലുട്ടേക്കാണ്. ഈ ന്യൂസ് കണ്ടില്ലേ? സംഭവം നടന്ന ബാംഗ്ലൂരാണ് കേട്ടോ. അതായത് എന്താ പറയാ, സുഹൃത്തുക്കളെ ഫ്ലാറ്റിൽ താമസിപ്പിച്ചു. യുവാക്കൾക്ക് പേര വന്നത് 5000 രൂപ. ഓക്കെ, ഇതിന് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു കൺട്രോളും ഇല്ല. മീൻസ് ആരമാണെങ്കിലും റൂമിൽ കയറ്റാ എന്നുള്ള നിലയിലോട്ടാണ് അവിടെ. ഓക്കെ, എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ബാംഗ്ലൂർ അവിടെ ഓന്റെ കൂടെ താമസിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാല് ഓളെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഓള് PG ഹോസ്റ്റലിലാണ് നിൽക്കണത് എന്നാ പറഞ്ഞത്. പക്ഷെ ഓള് താമസിക്കണത് അവിടെ വേറെ ചെക്കന്മാരൊപ്പാണ്, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവിടെ നടക്കുന്നത് ഈ പറഞ്ഞ പോലെ കളിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പരിപാടികള് എന്താ പറയാ, കാമുകനും കാമുകയല്ലാത്തതും ലിവിങ് ടുഗെദറുമായിട്ടൊക്കെ ഉള്ളതും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. ഇതൊരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന അങ്ങനെ ഒരു എന്താ പറയുക എൻവയോൺമെന്റിൽ താമസിക്കുന്ന ഫ്ലാറ്റിലുള്ള ആൾക്കാരും എങ്കിൽ വെറും ഫാമിലീസ് മാത്രം താമസിക്കുന്ന ഫ്ലാറ്റിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. കാരണം ഓരോ വളർന്നു വരുന്ന കുട്ടികളും അവിടെ ഉള്ളതാണ്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചില ഫ്ലാറ്റിനും എന്താ പറയുക അപ്പാർട്ട്മെന്റുകൾക്കും അല്ലെങ്കിൽ വില്ല ഒക്കെ ഉള്ളൊരു കമ്മ്യൂണിറ്റികളാണെന്നുണ്ടെങ്കിലും ഓർക്കൊരു നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അവിടെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് 5000 രൂപ പിഴ ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആൾക്കാരെ സത്യം പറഞ്ഞ ഫ്ലാറ്റിലും അപ്പാർട്ട്മെന്റിലും നിന്ന് റൂം തന്നെ കൊടുക്കരുത്. കാരണം ഇത് ഒരു വീട്ടിലൊക്കെ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണ് പറയുന്നത് ഹോസ്റ്റലിലാണ് നിൽക്കണമെന്നാണ്. പക്ഷെ ഒരു ചെയ്യണ പരിപാടി എന്താണ്, കണ്ണി കണ്ട ചെക്കന്മാരിലെ കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൂടെ റൂം എടുത്ത് അവിടെ കൂടെ പോയി കടന്ന് വ്യഭിചരിക്കുകയാണ് ഇവരുടെ മെയിൻ പരിപാടി. ഓക്കെ, ബാംഗ്ലൂരൊക്കെ പോണ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവന്മാരും അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോയി പഠിച്ച ചെക്കന്മാർ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവരും ഒന്ന് സൂക്ഷിച്ചു വെക്കണമെന്ന് നല്ലതാണ്. കാരണം എയ്ഡ്സ്, കുഷ്ഠം, ക്ഷയം അങ്ങനെയുള്ള പല രോഗങ്ങളും ഉണ്ടാകും, അത് പകരും ചെയ്യും. പിന്നെ ഇപ്പം അറിയാലോ, കേരളത്തിൽ ഇപ്പം എന്താ പറയുക തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെയാണ് എയ്ഡ്സിന്റെ കേന്ദ്രമാണ്. 15-24 ഇടയിൽ പ്രായമുള്ള ആൾക്കാരിൽ ഈ നല്ല ഒരു സംഖ്യ എന്താണ് എയ്ഡ്സ് രോഗം കൂടിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ശ്രദ്ധിച്ചും കണ്ടൊക്കെ പോവാ. പെണ്ണുങ്ങളെ കാണുന്ന പെണ്ണുങ്ങളെ കൂടെ ഒക്കെ പോകാൻ നിന്നാലും കാണുന്നവന്മാർക്കൊക്കെ കുനിഞ്ഞു നിന്ന് കൊടുത്താലും പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെന്നുണ്ടെങ്കിലും എയ്ഡ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. നോക്കിയും കണ്ടൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് എയ്ഡ്സ് എന്ന രോഗമൊക്കെ വന്ന് നശിപ്പിക്കാണ്ടിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.